തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത മാസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ പറയാൻ കാരണം വോട്ടേഴ്സ് ലിസ്റ്റ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പുറത്തുവിട്ടതിൽ നിന്ന് ഏകദേശം 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 20,998 ഏകദേശം 21,000-ഓളം വാർഡുകളുണ്ട്. അതിൽ കോർപ്പറേഷനുണ്ട്, മുനിസിപ്പാലിറ്റിയുണ്ട്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്ത്, ഇത്തരം വാർഡുകളാണുള്ളത്. അങ്ങനെ ഒരു 20,998 വാർഡുകളിലേക്കായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ കൗൺസിലർമാരുൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിൽ ഏകദേശം 1,32,32,186 പുരുഷന്മാരും സ്ത്രീകളാണ് കൂടുതൽ. 1,40,00,000 അപ്പോൾ ഒരു 14 ലക്ഷം സ്ത്രീകളാണ് കൂടുതൽ. 1,46,45,837 സ്ത്രീകളും അതുപോലെ ഒരു 233 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും വോട്ടെടുപ്പ് പിന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി 2,66,78,256 പേർ 18 വയസ്സ് കഴിഞ്ഞവരായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 6 വരെ ഇതിനകത്ത് ആക്ഷേപങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ വീണ്ടും പേരൊക്കെ ചേർക്കുവാനും മാറ്റുവാനുള്ള സംവിധാനമുണ്ട്. ഓൺലൈനിൽ തന്നെ പേര് ചേർക്കാൻ പറ്റും. കരട് പ്രസിദ്ധീകരിച്ചാൽ അതിൽ ആക്ഷേപം കൊടുക്കാൻ പറ്റും, പരാതികൾ കൊടുക്കാൻ പറ്റും. എന്തായാലും കേരളത്തിലെ 1034 ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ആൾറെഡി BJP മിഷൻ 25 എന്നുള്ള നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 400 സ്ഥാപനങ്ങൾ പിടിക്കണം എന്നുള്ള നിലയിൽ BJP അതിൻ്റെ പരിപാടികൾ ആലോചിച്ചു നീങ്ങുന്നു. തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ വിചാരിച്ചാൽ പിടിക്കാവുന്നൊരു കോർപ്പറേഷനാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ നെക്ക് ടു നെക്ക് വന്നതാണ്, ഏറ്റവും അടുത്തെത്തിയതാണ്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. കാരണം അതിനുവേണ്ടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ വന്നിട്ടുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുതിയ പ്രസിഡൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ ഹൈടെക് പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കാം. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സംവിധാനവും പിടിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കൊല്ലം, പാലക്കാട് ആൾറെഡി ഉണ്ട്. പാലക്കാട് നഗരസഭ ആൾറെഡി BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ കൊല്ലവും പിന്നെ മറ്റ് നഗരസഭകളും ഒക്കെ പിടിക്കുന്നതിനും 400ഓളം ഗ്രാമപഞ്ചായത്തുകൾ പിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, അത് 25% വോട്ട് പിടിച്ചാൽ അതിനൊരു സാധ്യതയുണ്ട്. അതാണ് BJP ലക്ഷ്യമിടുന്നത്. കോൺഗ്രസും ശക്തമായി തന്നെ രംഗത്തുണ്ട്. അതുപോലെ CPM പരമ്പരാഗതമായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കൂടുതലും CPM ആണ് എപ്പോഴും ഭരിക്കുന്നത്. കാരണം അവർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ല സംഘടനാ സംവിധാനമുള്ള CPM ആണ്. പക്ഷേ VSൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയാണ് CPMനോടുള്ള ഒരു ആദർശ രാഷ്ട്രീയത്തിലുള്ള ജനങ്ങളുടെ സമീപനം എന്നറിയില്ല. കാരണം ഒരുപക്ഷെ VS ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇനിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയും. കാരണം VSും കൂടെ കഴിയുമ്പോൾ ആ ഒരു ആദർശ കാലം അങ്ങ് കഴിയുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാകാം. ആ ചലനങ്ങളും വിഭാഗീയതയും ഗ്രൂപ്പും ഒക്കെ ഇനി എങ്ങനെയാണ് താഴെ വരുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇത് വളരെ ഗൗരവമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഈ വോട്ടർ പട്ടിക ആഗസ്റ്റ് 30-നാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസംബറിലായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജൂലൈ ആയി, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3-4 മാസം. ആഗസ്റ്റ് 30-ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഇതിൻ്റെ ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ആരവം വരും. ഡിസംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും വലിയ തിരഞ്ഞെടുപ്പ്, വളരെ വലിയ ആരവത്തോടുള്ള തിരഞ്ഞെടുപ്പ് വരും. അത് കഴിഞ്ഞാൽ ഉടൻ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുണ്ട്. എന്തുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് നടത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ കഴിയില്ല. കാരണം ഒന്നിൻ്റെ കാലാവധി തീരുന്നു, മറ്റതിൻ്റെ കാലാവധി കിടക്കുന്നു. അതുകൊണ്ടായിരിക്കാം. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കേരള പൗരന്മാരായിട്ടുള്ള പൗരികളും അതായത് പെൺകുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഉൾപ്പെടെയുള്ള വനിതകളും സ്ത്രീകളും എല്ലാവരും ഇതൊന്ന് പരിശോധിക്കുകയും, രാഷ്ട്രീയ പാർട്ടികളൊക്കെ വീടുകളിലൊക്കെ പോയി ചെക്ക് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുകയും ചെയ്യണം. പക്ഷേ ഈ ലിസ്റ്റ് വച്ചല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പേരുണ്ട് എന്ന് വിചാരിച്ച് ഇതിൽ പേരുണ്ടോ ഇല്ല എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാതിരിക്കരുത്. അതിലുണ്ടല്ലോ ഇതിൽ കാണുമെന്ന് വിചാരിക്കരുത്. ചെക്ക് ചെയ്യണം. വാർഡ് മാറ്റമുണ്ടോ, അതുപോലെ തന്നെ പേരുകളിൽ മാറ്റമുണ്ടോ, അങ്ങനെ പേരുകൾ ചേർത്തിട്ടുണ്ടോ, ഒരു വീട്ടിലുള്ള എല്ലാവരെയും പേര് ചേർത്തിട്ടുണ്ടോ, ഇങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. അതെല്ലാം പരിശോധിക്കുക. വോട്ട് നമ്മുടെ അവകാശമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ അവകാശം പോലെ തന്നെ ഒരു കടമയും ഉത്തരവാദിത്വവും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തുക, പിന്നീട് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. തീർച്ചയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരവം വരുന്നു.